ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ആഷാഢ നവരാത്രി, വരാഹി നവരാത്രി തുടങ്ങുകയാണ്. 6-ാം തീയതി, ജൂലൈ 6-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ്. അപ്പോൾ 6-ാം തീയതി രാവിലെ നമ്മൾ പ്രാർത്ഥന തുടങ്ങണം. എങ്ങനെയാണ് പ്രാർത്ഥന തുടങ്ങേണ്ടത്? വിളക്ക് കത്തിച്ച് ദേവിക്ക് എന്തെങ്കിലും വഴിപാടുകൾ ഉണ്ടെങ്കിൽ ആ വഴിപാടുകൾ ചെയ്ത്, അതായത് നമ്മൾ പഴങ്ങളോ അതല്ലെങ്കിൽ പായസമോ അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതോ കപ്പക്കിഴങ്ങ് പുഴുങ്ങിയതോ ഒക്കെ, അതായത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതോ ഒക്കെ വെക്കാം. ഇനി ഇതൊന്നുമില്ലെങ്കിലും ദേവിക്ക് വേണ്ടി ഒരു വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാം. രാവിലെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ സമയമാണ് രാവിലെ 7:50 മുതൽ 8:30 വരെയുള്ള സമയം. അതല്ലെങ്കിൽ രാവിലെ 6:09 മുതൽ 10:21 വരെയുള്ള സമയം. ഈ രണ്ട് സമയങ്ങളും കൊണ്ട്, അതായത് 6 മണി മുതൽ 10:26 വരെ എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ 7:50 മുതൽ 8:30 വരെയുള്ള സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. വരാഹി ദേവിയെ വിളിച്ച് ദേവിയെ ഓർത്ത് അമ്മയെ മനസ്സുനൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. വഴിപാടുകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഇനി നെയ്വിളക്ക് കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അത് വൈകുന്നേരം പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ അതിരാവിലെ വെളുപ്പിനെ കത്തിക്കണം. അപ്പോൾ അത് പറ്റാത്തവർക്ക് വൈകുന്നേരം സന്ധ്യയ്ക്ക് ഒരു 9 മണിക്കുള്ളിൽ നമ്മൾ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അതും സാധിക്കുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളെല്ലാം സാധാരണ പോലെ വിളക്ക് കത്തിച്ച് ദേവിയെ പ്രാർത്ഥിക്കുക. ഈ 9 ദിവസങ്ങളും, 9 പിന്നെ 1 10-ാമത്തെ ദിവസം, ഇത്രയും ദിവസങ്ങളും, അതായത് 6 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ ദേവിക്ക് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ വിശേഷമാണ്. വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ. ഇനി എന്തിനാണ് നമ്മൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത്? ക്ഷിപ്രപ്രസാദിനിയാണ്, ക്ഷിപ്രകോപിയാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും ദേവി തരും എന്ന് വെച്ചാൽ തെറ്റായ കാര്യങ്ങളല്ല, നമുക്ക് ശരിയായ കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നു, അമ്മയെ മനം നൊന്ത് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ സഹായിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, ഒരു ചേച്ചി, ശാന്ത ചേച്ചി പറഞ്ഞിരിക്കുന്നു. ആ ചേച്ചി ഒരു വഴിപാടുകളും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ എന്നും വിളക്ക് കത്തിക്കുമ്പോൾ ദേവിയോട് പ്രാർത്ഥിക്കും. ദേവി ആ ചേച്ചിയുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു എന്നാണ് ആ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. കമൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചേച്ചി എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ എൻ്റെ അനുഭവം കേട്ടുള്ളൂ, കാരണം വിളിച്ചാൽ വെളുപ്പുറത്താണ് ദേവിയെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദേവി തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് തരും. പക്ഷേ മനസ്സ് നൊന്ത് ദേവിയെ പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതിരാവിലെ കത്തിക്കും. നെയ്വിളക്ക് കത്തിക്കാൻ പറ്റുന്നവരൊക്കെ തന്നെ നെയ്വിളക്ക് കത്തിച്ച് ദേവിയെ പ്രാർത്ഥിച്ചോളൂ. എല്ലാ ദോഷങ്ങളും ദേവി മാറ്റിത്തരും. ഇപ്പോൾ കഠിനമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുന്നവർ, കടം കയറി നിൽക്കുന്നവർ, അതുപോലെ എത്ര പഠിച്ചിട്ടും മനസ്സിലാകാത്തവർ, അല്ലെങ്കിൽ വിദ്യയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുന്നവർ, നന്നായി പഠിച്ചിട്ട് പോയിട്ടും പരീക്ഷ എഴുതാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ വരാഹി ദേവി ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത് തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെയുമാണ്. അപ്പോൾ അവരുടെ വ്യവസായങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, കച്ചവടത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, കൃഷി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, ഇവരൊക്കെ തന്നെ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദേവി തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ദേവിയുടെ കയ്യിൽ എന്താണ്? കലപ്പയാണുള്ളത്. അപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിന്, ആടി മാസത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ദേവിയെ ഈ നവരാത്രി ദിവസമായിട്ട് 9 ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നത്. കാരണം നമുക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ ഈ ആടി മാസം, അതായത് കർക്കിടക മാസം വളരെ വിശേഷമാണല്ലേ. അവരുടെ വ്യവസായ സ്ഥാപനങ്ങളിലെ സാധനങ്ങളെല്ലാം വില കുറച്ച് വിൽക്കുകയും പിന്നീട് അവർ പുതിയ തുണികൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ചിങ്ങം മുതൽ അവർക്ക്
നമ്മുടെ മലയാള മാസത്തിൽ ചിങ്ങം മുതൽ, അതായത് കർക്കിടകം കഴിയുമ്പോൾ മുതൽ പുതിയ സ്റ്റോക്കാണ് അവരുടെ വരുന്നത്. പഴയ സ്റ്റോക്കുകളെല്ലാം തന്നെ അവർ വില കുറച്ച് ഈ കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ ആടി മാസത്തിൽ വിൽക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യുന്നു, അവർ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നമുക്കും അത് തന്നെ ചിങ്ങം പുറക്കുമ്പോൾ നമ്മുടെ പുതിയ വർഷമാണ് വരുന്നത്. കർക്കിടക മാസം നമ്മൾ പണ്ടും പറയും പഞ്ഞ കർക്കിടകമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവി നമുക്ക് സമൃദ്ധി നൽകുന്നതിന് വേണ്ടിയിട്ടും ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടിയിട്ടും തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സാമ്പത്തിക ദുരിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടി, ഇതൊക്കെയാണല്ലോ ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്നത്, രോഗദുരിതങ്ങൾ, ഇതൊക്കെ മാറ്റുന്നതിന് ദേവിയുടെ പ്രാർത്ഥന വളരെ നല്ലതാണ്. നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും പറയും ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ഇപ്പം ലളിതാ ത്രിപുര സുന്ദരി അല്ലെങ്കിൽ ദുർഗാദേവി, ദേവിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ ജീവിത ദുരിതങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദേവിയെ ഉപാസിക്കാനായിട്ട് പറയും. അതിനാണ് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ, ഈ 9 ദിവസങ്ങളും അതുപോലെ 10ാമത്തെ ദിവസവും ദശമി ദിവസം 10ാമത്തെ ദിവസവും തീർച്ചയായിട്ടും തന്നെ അത്രയും, അതായത് 6 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ലളിതാ സഹസ്രനാമം ജപിക്കണം. അതല്ലെങ്കിൽ ദുർഗാ സപ്തശ്ലോകി ജപിക്കണം. ഇപ്പം ഞാൻ ഒരു നാമം എഴുതി കാണിക്കുന്നുണ്ട്. ഇതൊരു മന്ത്രമാണ്. അതായത് ഓം ശ്രീം ബ്രസി ശ്രീം സ്വർണവരാഹി ദേവ്യേ നമഃ. അതിൽ ഈ ബ്രസി എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വാക്കാണ്. അതായത് നമുക്ക് ധനം ആകർഷിക്കുന്നതിന് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വാക്കാണ് ഈ ബ്രസി എന്ന് പറയുന്നത്. ശ്രീം നമുക്കറിയാമല്ലോ, ശ്രീ ആരാണ്? മഹാലക്ഷ്മിയാണ്. അപ്പോൾ സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവർ, കടം കയറി ബുദ്ധിമുട്ടുന്നവർ, അപ്പോൾ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഈ 9 ദിവസവും വ്രതമെടുത്ത് നെയ്വിളക്ക് കത്തിച്ച് ഈ നാമം 108 തവണ ജപിക്കണം. മനസ്സ് നൊന്ത് നമ്മൾ ആ ശുദ്ധാഹാരത്തോട് കൂടിയിരുന്ന് ജപിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം ദേവി തരുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ദേവിയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദേവി അതിന് ഫലം തരും. വ്രതത്തിലിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറഞ്ഞത് 21 തവണ, 108 തവണയെങ്കിലും ജപിക്കണം. 21 തവണ ഏറ്റവും കുറഞ്ഞത്, 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി വൃദ്ധമായിട്ടെടുത്തില്ലെങ്കിൽ പോലും മത്സ്യമാംസാദികൾ കഴിക്കാതെ ഈ നാമം ഈ ദിവസങ്ങളൊക്കെ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഇതൊന്നുമില്ലെങ്കിലും ഓം വരാഹ്യേ നമ എന്ന് 108 തവണ നമ്മുടെ മനസ്സ് നൊന്ത് ജപിക്കുക. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. നമ്മൾ പറയുന്നത് പോലല്ല. ചിലർക്കുടെ തൊഴിലിടങ്ങൾ, തൊഴിൽ സാഹചര്യങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഇതൊക്കെ ശുദ്ധമായും ചിട്ടയായും ഒക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ദേവിക്ക് കഴിവുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ പവിത്രതയും നന്മയുമാണ് ഏറ്റവും പ്രധാനം. ദേവിയെ വിശ്വസിച്ച് മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുക. ദേവി അനുഗ്രഹിക്കും, ഉറപ്പാണ്. അതാണ് ആ ശാന്ത ചേച്ചിയുടെ അനുഭവം. അതെല്ലാവരും മനസ്സിലാക്കി പോവുക. ആ ചേച്ചി അനുഭവം നമുക്ക് കമൻറ്റിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും തന്നെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.